ഹായ് എവരിവൺ, വെൽക്കം ടു ദ ക്ലാസ്സസ്. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ HCF. നമുക്ക് രണ്ടിൽ കൂടുതലോ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ ഏറ്റവും ഉയർന്ന വാല്യൂ ഉള്ള ഫാക്ടേഴ്സ് ഏതാണ്, അതായത് കോമൺ ആയി കിടക്കുന്ന രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് തരികയാണെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണ്, അതിൽ തന്നെ ഏറ്റവും ഉയർന്ന വാല്യൂ ഉള്ള കോമൺ ആയി കിടക്കുന്ന ഫാക്ടർ ഏതാണ് എന്നുള്ളതാണ് എന്താ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിന് നമുക്ക് രണ്ട് മെത്തേഡാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ അത് എവിടേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് ഒരിക്കലും മറക്കില്ല, അല്ലെ? നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ട് ആ മെത്തേഡ് ഇങ്ങനെയാണ് HCF കാണാൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം. അതിൽ 1, 2, 3, 4 മെത്തേഡ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ, അത് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഒന്നിൽ കൂടുതൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ അത് ഒരിക്കലും പിന്നീട് അത് മറക്കില്ല. അപ്പൊ നമ്മൾ ഈ സെഷനിൽ എന്തായിരിക്കും ചെയ്യുക, ഇതിന്റെ ഈ HCF അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 3 എക്സാമ്പിൾസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ എക്സാമ്പിൾസ് കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇത് ഒരിക്കലും നിങ്ങൾക്കിത് മറക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ സെഷനിലോട്ട് കിടക്കാം. എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? നമുക്കിപ്പോ രണ്ട് നമ്പേഴ്സ് തരികയാണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു രണ്ട് നമ്പേഴ്സ്, ഉദാഹരണത്തിന് എന്തൊക്കെ എടുക്കാം, 24 എടുക്കാം കേട്ടോ. ഒരു നമ്പർ 24 ആക്കി എടുക്കാം, വേറൊരു നമ്പർ 36 ആക്കി എടുക്കാം. ഈ 24ന്റെയും 36ന്റെയും ഏറ്റവും ഹയസ്റ്റ് ഫാക്ടർ ഏതാ, രണ്ടിലും കൂടെ കിടക്കുന്ന കോമൺ ആയിട്ട് കിടക്കുന്ന ഏതാണ് ഫാക്ടർ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ HCF. നമുക്കിപ്പോ 24ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 24ന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാ കാണുക? 24ന്റെ ഫാക്ടേഴ്സ് കാണുന്നത് 24 നമ്മൾ എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അറിയാലോ, പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, അതുപോലെ തന്നെ 11, 13 ഇങ്ങനെ പോകും. അപ്പൊ ഇടയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെ മിസ്സായിരിക്കണം നോക്കും. 4 ഇല്ല അല്ലെ, 4 ഇല്ല, 6 ഇല്ല. അതൊന്നും എന്താ ഇല്ലാത്തത്? ഈ 4ഉം 6ഉം പ്രൈം നമ്പേഴ്സ് അല്ല. 2, 3, 5, 7 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഒരു നമ്പറെ അതേ നമ്പർ വെച്ച് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് എന്ത്, പ്രൈം നമ്പർ അല്ലെ. 4ഉം 6ഉം ഒന്നും പ്രൈം നമ്പർ അല്ല. കാരണം എന്താ, 4നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 6നെ ആണെങ്കിലോ 2 വെച്ചും ഡിവൈഡ് ചെയ്യാം, 3 വെച്ചും ഡിവൈഡ് ചെയ്യാം. പിന്നെ ഇടയിൽ മിസ്സായിരിക്കുന്ന നമ്പർ ഏതാ നോക്ക്, 8. 8 ആണെങ്കിലോ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. പിന്നെ ഏതാ നമ്പർ മിസ്സിംഗ് നോക്ക് പ്രൈം നമ്പറിൽ? 9 ഇല്ല അല്ലെ. 9നെ ഏതൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്യാം? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 ആണെങ്കിലോ 10നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പേഴ്സ് അല്ല. അപ്പൊ പ്രൈം നമ്പർ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13 ഒക്കെയാണ് എന്താ പ്രൈം നമ്പേഴ്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട 1 എന്ന് പറഞ്ഞ നമ്പറെ 1 കൊണ്ട് മാത്രമല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. 1 എന്ന് പറഞ്ഞ നമ്പർ പ്രൈം നമ്പർ അല്ല കേട്ടോ. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിന് കോമൺലി പറയുന്ന പേര് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ്. അത് ഇതിനൊക്കെ പറയുന്ന പേരെന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിന് എന്താ പറയാ? കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പൊ പ്രൈം 1 എന്ന് പറഞ്ഞ സംഖ്യ, 1 എന്ന് പറഞ്ഞ നമ്പറെ നമ്മൾ പ്രൈം നമ്പർ ആയിട്ടും കോമ്പോസിറ്റ് നമ്പർ ആയിട്ടും കണക്കാക്കില്ല. അതൊരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5, 7. ഒരു നമ്പറെ ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? പ്രൈം നമ്പർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഏതാ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ, ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ പ്രൈം നമ്പർ വെച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ശരി, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നമ്മൾ എടുത്ത നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 24ഉം 36ഉം അല്ലെ. 24ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകണം. 24ന് ആദ്യം ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണ് അല്ലെ. 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, 24നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും? 12. ഇനിയും 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം.
12 നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 വെച്ച് ചെയ്യുമ്പോൾ എത്രയാവും? 6 ആവും. 6നെ പിന്നെ എന്ത് ചെയ്യാം? പിന്നെയും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഡിവൈഡ് വെച്ച് എത്രയാ? 3 ആവും അല്ലെ? ഇനി 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇനി 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്രയാവും? ഇനിയിപ്പോ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത നമ്പർ ഏതാണ്? അടുത്ത പ്രൈം നമ്പർ ഏതാ? 3 ആണ് അല്ലെ? നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 24ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. 2, 2, 2 പിന്നെ ഒരു 3. അതായത് 2 into 2 into 2 into 3 ചെയ്താൽ നമുക്ക് 24 എത്തും. അതിനെ നമ്മൾ 2 into 2 4 എഴുതാൻ പറ്റില്ല. നോക്ക്, 24 നമുക്ക് എങ്ങനെ എഴുതാം? 24 സാധാരണഗതിയിൽ നമുക്ക് 24 ഒന്നില്ലെങ്കിൽ 12 into 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? 6 into 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 8 into 3 ഇങ്ങനെയൊക്കെ എഴുതാം. ഇതൊക്കെ ഫാക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. 24ന്റെ ഫാക്ടേഴ്സ് നോക്കൂ. 12ഉം 2ഉം ഫാക്ടറാണ്, 6ഉം 4ഉം ഫാക്ടറാണ്, 8ഉം 3ഉം ഫാക്ടറാണ്. പക്ഷേ നോക്കൂ, 12ഉം 6ഉം 8ഉം ഒന്നും പ്രൈം നമ്പേഴ്സ് അല്ല. അപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ വെച്ചിട്ട് വേണം നമ്മളിത് ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ. അതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ 24ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 into 2 into 2 എന്താണ്? 2 ക്യൂബ്. അതുപോലെ തന്നെ എന്ത്? into 3. അപ്പൊ 2, 2, 2, 3 ഇതൊക്കെയാണ് എന്ത്? 24ന്റെ പ്രൈം ഫാക്ടേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ നമ്മൾ 36ന്റെയും കാണണം. 36ന്റെ കാണുമ്പോൾ നോക്കൂ, 36നെ ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പ്രൈം നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 36 എത്രയാവും? 18 ആവും കേട്ടോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനി എന്ത് ചെയ്യാം? ഇനിയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും? 9 ആവും. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും? 9 ഡിവൈഡ് ബൈ 3 3. ഇനി എന്താ? ഇനി 3നെ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 1 കഴിഞ്ഞു. ഇതിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. ഇതില് ഈ 2, ആദ്യത്തെ 2 എന്താണ്? കോമൺ ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലെ? 2 കോമൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അടുത്തതോ? അടുത്ത വേറൊരു 2 എന്താണ്? കോമൺ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി അടുത്തത് ഏതാ? ഇനി അടുത്തത് ഒരു 3 കോമൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അതായത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെയേഴ്സ് നോക്കൂ, ഈ 2 ഒരു 2 രണ്ടിലുണ്ട്. അടുത്ത രണ്ടാമത്തെ 2 എന്താണ്? 2 24ലുണ്ട്, 36ലുണ്ട്. പിന്നെ ഒരു 3 എന്താണ്? ഇതില് 2ലുണ്ട്. അതായത് ഇതിൽ 2ലും കൂടെ കോമൺ ആയിട്ട് കിടക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. 24ലും 36ലും കൂടെ കോമൺ ആയിട്ട് കിടക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരു 2, പിന്നെ അടുത്തൊരു 2, പിന്നെ അടുത്തൊരു 3. അപ്പോ ഇതില് കോമൺ ആയിട്ട് കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 2, 3. അപ്പൊ 2 into 2 into 3 എത്രയാ? 2 into 2 4ആണ്. 4 into 3 എത്രയാണ്? 12 ആണ്. അപ്പോ ഈ 2 നമ്പേഴ്സിന്റെയും കൂടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാ? 12. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇപ്പൊ 2 മാത്രം നോക്കുകയാണ്. നോക്കൂ, 24ലും 36ലും 2 ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് എന്ത് പറയാം? 24ലും 2 ഉണ്ട്, 36ലും 2 ഉണ്ട്. അപ്പൊ 2 കോമൺ ഫാക്ടർ ആണ്. അടുത്തൊരു 2 എന്താണ്? അതും എന്താണ്? കോമൺ ഫാക്ടർ ആണ്. പിന്നെ ഒരു 3 എന്താണ്? കോമൺ ഫാക്ടർ ആണ്. പക്ഷെ ഏറ്റവും ഉയർന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺ ആയിട്ട് കിടക്കുന്ന എല്ലാ നമ്പേഴ്സിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നമ്പർ ഏതാണ്? 12. അതായത് 24നെയും 36നെയും നമുക്ക് എന്ത് ചെയ്യാം? 24നെയും 36ന്റെയും കോമൺ ആയിട്ട് കിടക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്? 12 ആണ്. ഇതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ 24നെ നോക്കൂ, 24നെ നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലെ? 36നെ എന്ത് ചെയ്യാം? നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 24നെ നോക്കൂ, 4 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലെ? ചെയ്യാം. 36നെ എന്ത് ചെയ്യാം? 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 24നെ 6 വെച്ച് ചെയ്യാം. 36നെ എന്ത് ചെയ്യാം? 6 വെച്ച് ചെയ്യാം. അതേപോലെ തന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 36നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത നമ്പർ ഏതാണെന്ന് നോക്കൂ, ഏറ്റവും ഹയസ്റ്റ് നമ്പർ. ഇനി അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 12 ആണ്. ഇത് രണ്ടിനെയും ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ 12. അടുത്ത ഏതായിരിക്കും? 12. അതിനർത്ഥം വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 24നെയും 36നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 12 ആണ്. ഓക്കെ, ഇപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്? ഈ 2 നമ്പറേയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 12 ആണ്. 24നെയും 36നെയും 2 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ അതേതാണ്? 12. അതായിരിക്കും എന്ത്? ഈ 2 നമ്പറിന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ HCF. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 2 മെത്തേഡ് ഉണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, പ്രൈം ഫാക്ടറൈസേഷൻ എന്നാണ് ഈ മെത്തേഡിന്റെ പേര്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് ഇതിന്റെ തന്നെ എന്ത് ചെയ്യാം? വേറെ മെത്തേഡും കൂടെ കണ്ടിട്ട് നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ.
നോക്കൂ, HCF ഓഫ് 150 ആൻഡ് 240, 150ന്റെയും 240ന്റെയും HCF കാണണം. ബൈ ഏതാ മെത്തേഡ് നോക്കൂ, ബൈ പ്രൈം ഫാക്ടറൈസേഷൻ. ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 150ന്റെ 150ന്റെ ഫാക്ടേഴ്സ് കാണണം, പ്രൈം ഫാക്ടേഴ്സ് കാണണം. അപ്പൊ അതിനെന്ത് ചെയ്യണം, 150നെ ആദ്യം എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാ, 2 ആയിരുന്നു അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും, 75 ആവും. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. കാരണം എന്താ, 75 ഓഡ നമ്പർ ആണ് അല്ലെ. ഇപ്പൊ 75നെ പക്ഷെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 75നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 75 എത്രയാവും, 25 ആവും. ഇനി 25നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. അപ്പൊ നമ്മൾ അടുത്ത പ്രൈം നമ്പറിലോട്ട് പോകണം. അടുത്ത പ്രൈം നമ്പർ ഏതാണ്, 5 ആണ് അല്ലെ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 എത്രയാവും, 5 ആവും. ഇനിയോ, ഇനി 5നെ 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, 1. ഓക്കെ, കഴിഞ്ഞു. ഇനി 240നെ നമുക്ക് ചെയ്ത് നോക്കാം. 240നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഫസ്റ്റ് പ്രൈം നമ്പർ. ഇനി അടുത്ത എത്രയാവും, 240 എത്രയാവും, 120 ആവും. ഇനിയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ചെയ്യുന്നു, എത്രയാവും, 60 ആവും. ഇനി 60നെ പിന്നെയും 2 കൊണ്ട് ചെയ്യാൻ പറ്റും, എത്രയാവും, 30. 30നെ പിന്നെയും 2 കൊണ്ട് ചെയ്യാം, എത്രയാവും, 15. ഇനി 15നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. സോ അടുത്ത പ്രൈം നമ്പർ ഏതായിരിക്കും, 3 അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 എത്രയാവും, 5 ആവും. ഇനി 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, 5നെ അടുത്ത പ്രൈം നമ്പർ 3 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ ഏതാണ്, 5 തന്നെയാണ് അല്ലെ. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും, 1. കഴിഞ്ഞു. ഇനി ഇതിൽ എങ്ങനെ എടുക്കുക, ഇതിൽ കോമൺ ആയിട്ട് കിടക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കണം. നോക്കൂ, ഒരു 2 അല്ലെ, ഈ ഒരു 2 രണ്ടിലും ഉണ്ട്. ഓക്കെ, പിന്നെയോ 3 രണ്ടിലും ഉണ്ട് അല്ലെ. ഈ 3 രണ്ടിലും ഉണ്ട്, 3 രണ്ടിലും ഉണ്ട്. പിന്നെയോ ഒരു 5 രണ്ടിലും ഉണ്ട്. സോ HCF എത്രയായിരിക്കും, HCF കോമൺ ആയിട്ട് കിടക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 2 ഉണ്ട്, പിന്നെ ഒരു 3 ഉണ്ട്, പിന്നെ ഒരു 5 ഉണ്ട്. അതായത് 2 × 3 × 5. 2 × 3 എത്രയാ, 2 × 3 6, 6 × 5 എത്രയാണ്, 30. 30 ആയിരിക്കും HCF. അതായത് 150ന്റെയും 240ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്, 30. വേറെ രീതി പറയുകയാണെങ്കിൽ എന്തായിരിക്കും, 150നെയും 240നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്, 30 ആണ്. നമുക്കിത് കണ്ടറിയാം. നോക്കൂ, 2 കൊണ്ട് 150നെയും 240നെയും ഡിവൈഡ് ചെയ്യാം. പിന്നെ ഏതായിരുന്നു, ഇതാ ഈ 3 അല്ലെ, കോമൺ ആയി കിടക്കുന്ന 3. ആ 3 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 150നെയും 240നെയും നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ടും ചെയ്യാൻ പറ്റും, 10 കൊണ്ടും ചെയ്യാൻ പറ്റും, ഓക്കെ, 15 കൊണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ നമ്പർ ഏതാണ്, 30 ആണ്. ഈ 2 നമ്പറിലും കൂടെ ഈ 2 നമ്പറേയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്, 30 ആണ്. അതാണ് എന്താ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇത് ഫസ്റ്റ് മെത്തേഡ് ആണ് കേട്ടോ. ഇതിന്റെ പേരെന്താ, പ്രൈം ഫാക്ടറൈസേഷൻ. ബൈ പ്രൈം ഫാക്ടറൈസേഷൻ. നമുക്ക് ചെറിയ നമ്പർ ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ വലിയ വലിയ നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ 3 നമ്പർ വരികയാണെന്ന് വിചാരിക്കും, ഈ 150ഉം 240ഉം 360ഉം വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം. 3 നമ്പറും ഇതേപോലെ തന്നെ ആയിട്ട് 3 നമ്പറിലും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കുക. അതായിരിക്കും എന്താണ്, അതിന്റെ HCF. ഓക്കെ അല്ലെ. ഇതിന്റെ അടുത്ത മെത്തേഡ് നോക്കാം കേട്ടോ, ബൈ ഡിവിഷൻ മെത്തേഡ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. 240ഉം 150ഉം 240ഉം 150ഉം. ഇത് ബൈ ഡിവിഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, HCFന്റെ ഡിവിഷൻ മെത്തേഡ്. ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യണ പോലെയല്ല. നമ്മൾ സാധാരണ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന എന്തായിരിക്കും, സാധാരണ ഒരു നമ്പർ ഡിവൈഡ് ചെയ്യുന്നു, എന്നാൽ കോഷ്യന്റ് വരും, റിമൈൻഡർ ഉണ്ടാവും, റിമൈൻഡർ വരും അല്ലെ അവസാനം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ വരയ്ക്കേണ്ട ബോക്സ് ഒക്കെ ഒരേപോലെ തന്നെയാണ്. നോക്കൂ, 240നെ നമ്മൾ വലിയ നമ്പറെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ വലിയ നമ്പർ ഏതാണ്, 240 ആണ്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഏത് വെച്ചിട്ടാണ്, 150 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ 150 നമുക്കറിയാം, 240 പോവോ, ഒരു തവണയെ പോവുള്ളൂ അല്ലെ, ഒരു തവണ പോവും. അപ്പോ ഈ കോഷ്യന്റ് ഇവിടെ എഴുതുക, എത്രയാണ് വരിക എന്നുള്ളത്. നമ്മൾ സാധാരണ സ്കൂളിൽ എവിടെ എഴുതുക, മേലെയല്ല എഴുതുക, ഈ മേലെ എഴുതാതെ ഇതിന്റെ സൈഡിൽ എഴുതുക, 240. ഓക്കെ, ഇനി ഒരു തവണ പോവുകയാണെങ്കിൽ 1 × 150 എത്ര ആയിരിക്കും, 150. ബാലൻസ് എത്രയായിരിക്കും, 90 വരും അല്ലെ. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനി ഈ 90നെ പിന്നെ ഇവിടെ തന്നെ 90നെ ഡിവൈഡ് ചെയ്യിപ്പിക്കണം. ഏത് വെച്ചിട്ട് അറിയോ, ഈ 150നെ നമ്മൾ ഇവിടെ എഴുതുക. ഈ 150നെ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 90 150 എത്ര പ്രാവശ്യം പോവും, എത്ര തവണ പോവും, ഒരു തവണയായിരിക്കും പോവുക അല്ലെ, ഒരു തവണ. അങ്ങനെയാണെങ്കിൽ 90, 1 × 90 90 വരിക അല്ലെ. ബാലൻസ് എത്രയായിരിക്കും, 60. ബാലൻസ് എത്രയാ, 60.
ഇനി എന്ത് ചെയ്യണം? ഈ 60നെ ഡിവൈഡ് ചെയ്യിപ്പിക്കണം. ഏത് വെച്ചിട്ട്? 90 വെച്ചിട്ട്. ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യിപ്പിക്കുക. 60 90 എത്ര തവണയെ പോകുള്ളൂ? ഒരു തവണയെ പോകുള്ളൂ. അപ്പൊ 60. ബാലൻസ് എത്രയായിരിക്കും? 30. ഓക്കെ. പിന്നെയും ഇതേപോലെ തന്നെ ഈ 30നെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യിക്കാം? ഇവിടെയുള്ള ഈ 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യിപ്പിക്കാം. 30 60 പക്ഷെ കൃത്യമായിട്ട് 2 തവണ പോകും. 2 തവണ പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും? 60. ബാലൻസ് 0. ഇങ്ങനെ ബാലൻസ് 0 വരുന്നത് വരെ ഇതിങ്ങനെ ചെയ്ത് തുടർന്ന് പോകണം. തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ഏതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം നമ്മൾ ഏതിനെ വെച്ചിട്ടാണോ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്ത് ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 30 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് അല്ലെ. സോ HCF എന്തായിരിക്കും? 30. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഡിവൈഡ് ചെയ്യുന്ന പോലെയല്ല. ഇവിടെ നോക്കുക, ആദ്യം 240നെ ഏറ്റവും വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 240 ഡിവൈഡ് ബൈ 150. ഒരു തവണയെ ഉള്ളൂ 150. ബാലൻസ് എത്രയായിരിക്കും? 90. റിമൈൻഡർ എത്ര വന്നത്? 90 വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്നാണ് നമ്മൾ മാറ്റം വരുന്നത്. ഈ 90നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? ഇവിടുത്തെ 150നെ ഇവിടെ എഴുതുക. എന്നിട്ട് 150നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ഇവിടുത്തെ ഡിവൈസറിനെ എടുത്ത് നമ്മളിവിടെ എഴുതിയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു തവണയെ പോകുള്ളൂ. ബാലൻസ് എത്ര വന്നു? 90 എഴുതി. ബാലൻസ് എത്ര വന്നു? 60 വന്നു. പിന്നെ എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പിലും സെയിം രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിപ്പീറ്റ് ചെയ്യണം. എന്താണ്? ഈ 60നെ ഈ 90നെ ഇവിടെ എഴുതിയിട്ട് 90നെ 60 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ. അപ്പോഴും എന്താണ്? ഒരു തവണയെ പോകുള്ളൂ. ബാലൻസ് 60. ഇനിയോ ബാലൻസ് 30. റിമൈൻഡർ എത്ര വന്നു? 30. പിന്നെയും 60നെ നമ്മൾ ഇവിടെ എഴുതി ഡിവൈഡ് ചെയ്തു. കൃത്യമായിട്ട് അവസാനം 0 എത്തുന്ന വരെ ചെയ്തിട്ട് അവസാനം ഏത് വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ 30 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അവസാനം ഏത് വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് നമ്മുടെ HCF. ഇതാണ് നമ്മുടെ ഡിവിഷൻ മെത്തേഡ്. ഇത് നമുക്ക് 2 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വലിയ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ HCF നമുക്ക് ഇങ്ങനെ കാണാം. 3 നമ്പേഴ്സ് തരികയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. 3 നമ്പേഴ്സ് തരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പർ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് 30 കിട്ടിയില്ലേ? ഇപ്പൊ 150 240 360 ആണോ വിചാരിക്കൂ. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 നമ്പേഴ്സിന് ആൻസർ 30 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 3ാമത്തെ നമ്പറും വെച്ച് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? അപ്പൊ 2 മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ. 2 നമ്പേഴ്സോ 3 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ 3 നമ്പേഴ്സിന് എന്ത് ചെയ്യുക? അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടിട്ട് എന്ത് ചെയ്യാം? അതിന്റെ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ എടുത്തെഴുതി അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? HCF കിട്ടും. അത് ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. 2ാമത്തെ മെത്തേഡ് എന്താണ്? ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡ് ഇതേപോലെ തന്നെ ചെയ്ത് പോയിട്ട് അവസാനം 0 എത്തണ വരെ ചെയ്തിട്ട് എന്നിട്ടോ അവസാനം ഏത് വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ HCF. അപ്പൊ 2 മെത്തേഡും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ആവുന്നത്? ഇത് അതും കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇത് മറക്കില്ല കേട്ടോ. HCF എന്താണെന്നുള്ളത് നമ്മൾ മറക്കില്ല. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കാം കേട്ടോ. ഇതില് നമുക്ക് 2 പൈപ്പ് തരികയാണ്. ഈ 2 പൈപ്പ് ഒന്ന് 63 സെന്റിമീറ്ററോ മീറ്റർ ആയിക്കോട്ടെ. ഒന്ന് 63 മീറ്റർ നീളവും പിന്നൊന്ന് 36 മീറ്റർ നീളവും. ഈ 2 പൈപ്പിനെയും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ലെങ്ത്തിൽ കട്ട് ചെയ്യണം. പക്ഷെ ഏറ്റവും നീളം കൂടിയ പൈപ്പ് കഷ്ണങ്ങളായിരിക്കണം അത്. അപ്പൊ നമുക്ക് ഏറ്റവും ഒരേ രീതിയിൽ കട്ട് ചെയ്യണം പറഞ്ഞാൽ 63 മീറ്റർ നീളമുള്ള പൈപ്പിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓരോ മീറ്റർ വെച്ച് കട്ട് ചെയ്യാം അല്ലെ. അതുപോലെ 36 എന്ത് ചെയ്യാം? ഓരോ മീറ്റർ വെച്ച് കട്ട് ചെയ്യാം. സെയിം അല്ലേ? രണ്ടിനും ഒരേ നീളം. എല്ലാ കഷ്ണത്തിനും ഒരേ നീളമായിരിക്കും. 3 വെച്ചും കട്ട് ചെയ്യാം. 3 മീറ്റർ വെച്ച് കട്ട് ചെയ്ത് എന്തായിരിക്കും? 63 എത്ര കിട്ടും നമുക്ക്? 63 21 പീസ് കിട്ടും. 36 അതേപോലെ തന്നെ 12 പീസ് കിട്ടും അല്ലെ? 3 ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ഏറ്റവും നീളം കൂടിയ കഷ്ണമായിരിക്കണം നമുക്ക് വേണ്ടത്. അതായത് 1 മീറ്റർ ആവാം, 3 മീറ്റർ ആവാം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയ ഏതെങ്കിലും നീളത്തിലായിരിക്കണം. ആ ഏറ്റവും നീളം കൂടിയ കഷ്ണം ഏതാണ്? നമുക്ക് 36 63നെയും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യണം. ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുകയും വേണം. അത് കട്ട് ചെയ്യണം ഓരോ പീസും എന്തായിരിക്കണം? ഏറ്റവും നീളം കൂടിയ പീസുകളായിരിക്കണം. ആ നീളം കൂടിയ പീസ് എത്രയാണ്? ആ നീളം കൂടിയ പീസിന്റെ നീളം എത്രയാണ്? അതാണ് നമ്മുടെ HCF. നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഫാക്ടറൈസേഷൻ, പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ ചെയ്യാം നമുക്ക്. 63നെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. 63നെ ഞാൻ ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് 63 നോക്കൂ. 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. 63 ഓഡ് നമ്പർ ആണ്. 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 61 എത്രയാവും? 21. 63 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 21 വരും. പിന്നെയും നമുക്ക് 3 കൊണ്ട് ചെയ്യാം.
3 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരിക 7. പിന്നെ 5 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. പിന്നെ എന്തായിരിക്കും അടുത്ത പ്രൈം നമ്പർ? 7 തന്നെയാണ്. 7 ബാലൻസ് 1. ഓക്കെ. ഇനി 36 അതേപോലെ ചെയ്യാം. 36 നമുക്ക് 2 കൊണ്ട് ചെയ്യാം അല്ലെ. 36 2 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര വരിക? 18 വരും. 18 വന്നു കഴിഞ്ഞാലോ പിന്നെ എന്താവും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും? 9 ആവും. 9 പിന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 3 വരുന്നു. പിന്നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു 1. ഇതിലെ കോമൺ ആയി കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെ? ഫാക്ടേഴ്സ് ഏതൊക്കെ നോക്കൂ. 2 36 പക്ഷെ 63 2 ഇവിടെയുള്ള 3 ഇവിടെയുള്ള ഒരു 3. ഓക്കെ, ഇത് രണ്ടും എന്താ? കോമൺ ആണ്. പിന്നെയോ ഈ ഒരു 3 ഈ ഒരു 3 ഇതും എന്താ? കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ HCF എന്തായിരിക്കും? 3 × 3 എത്രയാ? 9. അതിനർത്ഥം എന്താ? ഒരു പീസിന്റെ നീളം എത്രയായിരിക്കണം? ഏറ്റവും നീളം കൂടിയ പീസ് എത്രയായിരിക്കും? 9 ആയിരിക്കും. 9 വെച്ച് കട്ടിയാണെന്നുണ്ടെങ്കിൽ 9 കൊണ്ട് കട്ടിയാണെന്നുണ്ടെങ്കിൽ 63 എത്ര എണ്ണം വരും? 7 പീസ് വരും അല്ലേ? 1 റഫായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 7 പീസ് വരും. ഓരോന്നും എത്ര ആയിരിക്കും? 9 9 9 9 9 9 9 7 പീസ് വരും. 36 36 4 പീസ് വരും. 9 9 9 9. അപ്പൊ നമുക്ക് ഏറ്റവും നീളം കൂടിയ ഒരു പീസ് എത്രയാണ്? 9 മീറ്റർ ആണ് നീളം. അപ്പോ HCF എത്രയാണ്? 9 മീറ്റർ. മനസ്സിലായല്ലോ? അതായത് 63 മീറ്റർ നീളമുള്ള പൈപ്പിനെയും 36 മീറ്റർ ഉള്ള പൈപ്പിനെയും ഈക്വൽ ലെങ്ത്തിൽ കട്ട് ചെയ്യണം. ആ ഈക്വൽ ലെങ്ത് എത്ര ആയിരിക്കണം? ഏറ്റവും ഹയസ്റ്റ് നീളം അല്ലെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് നീളമുള്ള ഒരു പീസ് ആയിരിക്കണം വേണ്ടത്. വേണമെങ്കിൽ ഓരോ മീറ്റർ ആയിട്ട് കട്ട് ചെയ്യാം അല്ലെ. ഓരോ മീറ്റർ കട്ട് ചെയ്യാൻ എന്തായിരിക്കും? 63 മീറ്റർ നീളമുള്ള പൈപ്പിന് 63 കഷ്ണം കിട്ടും. 36 മീറ്റർ ഉള്ള പൈപ്പിന് 36 കഷ്ണം കിട്ടും. വേണമെങ്കിൽ 3 വെച്ചും കട്ട് ചെയ്യാം. പക്ഷെ ഏറ്റവും നീളം കൂടിയ പീസ് എത്രയാണ്? 9 മീറ്റർ ആണ്. അപ്പൊ നീളം കൂടിയുള്ള പീസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഈ 36ന്റെയും 63ന്റെയും HCF കണ്ടാൽ മതി. HCF കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ആ നീളം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈക്വൽ ലെങ്ത് ഉള്ള പീസുകൾ കിട്ടും, ഏറ്റവും നീളമുള്ള പീസുകളും കിട്ടും. ഇത് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇതുപോലെ തന്നെ അടുത്തൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത് കേട്ടോ. അടുത്തത് നമുക്കൊരു പീസ് ക്ലോത്ത് വരികയാണ്. ആ ക്ലോത്തിന്റെ നീളം 42 ഇഞ്ചോ മീറ്റർ ആയിട്ട് തന്നെ കണക്കായിക്കോട്ടെ. 42 മീറ്ററും അതുപോലെ തന്നെ എന്താണ്? വീതി 30 മീറ്ററും. നീളം 42 മീറ്ററും വീതി 30 മീറ്ററും. നമ്മളോട് പറയാണ് ഇത് കട്ട് ചെയ്യാൻ. എങ്ങനെ കട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈക്വൽ ലെങ്ത് ആയിരിക്കണം, സ്ക്വയർ പീസുകളായിരിക്കണം. ഇതിലെല്ലാം സ്ക്വയർ പീസുകളായിരിക്കണം. ഒരു കഷ്ണം പോലും വേസ്റ്റ് ആവരുത്. ഒരു കഷ്ണം പോലും വേസ്റ്റ് ആവാതെ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് 42 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുള്ള ഒരു തുണി കഷ്ണം എന്ത് ചെയ്യണം? നമ്മള് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ സ്ക്വയറിന്റെ നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഒരു സ്ക്വയർ അടുത്ത സ്ക്വയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് പോകണം. ഈ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അവസാനം വേസ്റ്റും വരാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ 32ന്റെയും 42ന്റെയും 30ന്റെയും എന്ത് ചെയ്യണം? നമ്മൾ HCF കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. 42ന്റെ ആദ്യം ചെയ്യാം കേട്ടോ. 42ന്റെ ആദ്യം ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്രയാവുന്നു? 21. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ചെയ്യാം. എത്ര വരും? 7. 5 ഇവിടെ ഡിവൈഡ് ചെയ്യാനില്ല. അപ്പൊ 7 ബാലൻസ് 1. ഇനി അടുത്ത 30നെ നമ്മൾ എന്ത് ചെയ്യണു? ഫാക്ടറൈസ് ചെയ്യണം കേട്ടോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണു. അപ്പൊ എത്ര വരും? 15. ഇനി 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായിരിക്കും? 3. പിന്നെ അടുത്ത എന്തായിരിക്കും? 5 5 1. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. 2 2ലും ഉണ്ട്, 42ലും ഉണ്ട്, 30ലും ഉണ്ട്. പിന്നെയോ 3 42ലും ഉണ്ട്, 30ലും ഉണ്ട്. അപ്പൊ HCF എത്രയാണ്? HCF ഇവിടെ നമുക്ക് 2 × 3 എത്രയാ? 6 വരുന്നത്. എത്രയാ വരുന്നത്? 6 വരുന്നത്. 6 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ക്വയർ നമ്മൾ വെട്ടാൻ നമ്മളിതില് ചെറിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? ആ ഒരു സ്ക്വയറിന്റെ എന്താണ് ഒരു സൈഡ് എത്രയാണ്? 6 മീറ്റർ ആണ്. 6 മീറ്റർ ആണ് നമുക്ക് വരുന്നത്. 6 മീറ്റർ ആണ് വരുന്നത്. അതിനർത്ഥം എന്താ? ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ക്വയർ ഇവിടെ ഒരു 6 6 6 6 6. അതായത് 30നെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 30നെ ഇങ്ങനെ എന്താണ് 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്താണ് 5 ഡിവിഷൻ വന്നു.
അതേപോലെ തന്നെ 42-ന് എന്ത് ചെയ്യാം നമുക്ക്? 6 6 6 6 6 6 പിന്നെ 26. അതാണ് 7 ഡിവിഷൻ വന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ക്വയറുകൾ എന്തായിരിക്കും? കൃത്യമായിട്ട് നമുക്ക് ഈ തുണി മൊത്തമായിട്ട് നമുക്ക് ഒന്നും വേസ്റ്റേജ് ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അതായത് നമുക്കൊരു തുണി തന്നിട്ട് അതിന്റെ നീളവും വീതിയും തന്നിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറയുകയാണ്. അത് ഒന്നും വേസ്റ്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന സ്ക്വയറിന്റെ എന്താണ് ഒരു സൈഡ്, സ്ക്വയർ 4 സൈഡും സെയിം ആയിരിക്കും അല്ലെ? ഒരു സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന തുണിയുടെ നീളത്തിന്റെയും വീതിയുടെയും അളവിന്റെ HCF കണ്ടാൽ മതി. ഇവിടെ കണ്ടു അല്ലെ? 42-ന്റെയും 30-ന്റെയും HCF കണ്ടു നമ്മള്. നമുക്ക് എത്ര കിട്ടിയത്? 6 എന്ന് കിട്ടി. അതായത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന പീസിന്റെ സ്ക്വയർ പീസുകളുടെ ഒരു സൈഡിന്റെ അളവ് എത്രയാണ്? 6 മീറ്റർ ആണ്. ഇതും ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് ഫേസ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്, ഒരു സിറ്റുവേഷൻ ആണ് ഇത്. ഏതാണ്? ഇങ്ങനെ കട്ട് ചെയ്യുന്നതെല്ലാം അല്ലെ? ഇനി അടുത്തൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത് കേട്ടോ. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വരികയാണ് നമ്മുടെ കയ്യിൽ. അതായത് ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ പഴം ബനാനാസും ഉണ്ട്. ഇതിന്റെ എണ്ണം നോക്കൂ. ഓറഞ്ച് 72 എണ്ണം, ആപ്പിള് 48 എണ്ണം, ബനാനാസ് 60 എണ്ണം. എന്നിട്ട് നമ്മളോട് പറയണം ഇതെല്ലാം കുറച്ച് ബാസ്ക്കറ്റ്സിലാക്കണം. ഒരു ബാസ്ക്കറ്റിലല്ല, കുറച്ച് ബാസ്ക്കറ്റ്സിലാക്കണം. ഈ ബാസ്ക്കറ്റ്സിലെല്ലാം ഈക്വൽ എണ്ണങ്ങൾ വേണം. അതായത് ഓറഞ്ചും ആപ്പിളും 60ഉം നമ്മൾ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പഴം പോലും വേസ്റ്റ് ആവാൻ പാടില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എത്ര ബാസ്ക്കറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരികയാണെന്ന് വിചാരിക്കൂ. അപ്പൊ നമുക്ക് 2 ബാസ്ക്കറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ 2 ബാസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 72-ന്റെ പകുതി 36 അല്ലെ? അതേപോലെ 48-ന്റെ പകുതി എത്രയാണ് വരിക? 24. 60-ന്റെ പകുതി എത്രയാണ്? 30. നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ആയിട്ട് ഇട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ 2 ബാസ്ക്കറ്റ് മതി എന്ന് മനസ്സിലായി. പക്ഷെ അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ ബാസ്ക്കറ്റ്സും വേണം. ഏറ്റവും കൂടുതൽ എത്ര ബാസ്ക്കറ്റ്സ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മള് HCF കണ്ടാൽ മതി. നമുക്ക് നോക്കാം കേട്ടോ. 72 അല്ലെ? 72, 48, 60 ഈ 3 നമ്പറെ നമുക്ക് എന്ത് ചെയ്യാം? HCF കണ്ടുപിടിക്കാം. 72-ന്റെ കണ്ടുപിടിക്കാം ആദ്യം. 72-ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എത്ര വരും? 36. പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എത്ര വരും? 18. പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, 9, 3, 3, 1. ഇനി 48-ന്റെ അതേപോലെ ചെയ്യാം. 48-ന്റെ 2 കൊണ്ട് ചെയ്യുന്നു, എത്ര വരും? 24. 2 കൊണ്ട് ചെയ്യുന്നു, 12, 2, 6, 2, 3. ഇനി 60-ന്റെ അതേപോലെ ചെയ്യാം. 60-ന്റെ ചെയ്യുന്നു 2, 30-ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 15, 2, 3, 5, 1. ഇനി ഇതിന്റെ HCF എത്രയാണ് നോക്കൂ. ഈ 3 നമ്പേഴ്സിന്റെയും HCF എത്ര വരും നോക്കാം കേട്ടോ. 2 എല്ലാത്തിലും ഉണ്ട്. 2 into അടുത്തൊരു 2 എല്ലാത്തിലും ഉണ്ട്. into 2. പിന്നെ 2 എല്ലാത്തിലും ഇല്ല. ലാസ്റ്റ് നമ്പറിൽ 2 മിസ്സിംഗ് ആണ്. ഇനി നോക്കൂ 3 എല്ലാത്തിലും ഉണ്ട് അല്ലെ? into 3. അത്രേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല. ബാക്കി ആകെയുള്ള കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 എല്ലാത്തിലും ഉണ്ട്, ഈ ഒരു 2 എല്ലാത്തിലും ഉണ്ട്, 3 ഇതിലുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? HCF എത്രയായിരിക്കും? 2 into 2 4, 4 into 3 12. അതായത് നമുക്ക് കൃത്യമായിട്ട് എത്ര ബാസ്ക്കറ്റ്സ് വേണം? മാക്സിമം നമ്പർ ഓഫ് ബാസ്ക്കറ്റ്സ് എത്രയാണ് വേണ്ടത്? 12 എണ്ണം വേണം. 12 ബാസ്ക്കറ്റ്സ് ഉണ്ട് വിചാരിക്കും. 12 ബാസ്ക്കറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ഓറഞ്ച് ഇടാൻ പറ്റും ഒരു ബാസ്ക്കറ്റിൽ? 72 ഡിവൈഡഡ് ബൈ 12 അല്ലെ? 6 ഓറഞ്ച് ഒരു ബാസ്ക്കറ്റിൽ ഇടാം. അതേപോലെ തന്നെ എത്ര ആപ്പിൾ ഇടാൻ പറ്റും? 48 ഡിവൈഡഡ് ബൈ 12 എത്ര? 4 ആപ്പിൾ വീതം ഒരു ബാസ്ക്കറ്റിൽ ഇടാൻ പറ്റും. അതേപോലെ തന്നെ 60 ഡിവൈഡ് ബൈ 12 എത്ര കിട്ടിയ? 5 കിട്ടും അല്ലെ? നമുക്ക് 5 ബനാന വീതം ഒരു ബാസ്ക്കറ്റിൽ ഇടാൻ പറ്റും. അപ്പം എത്രയാണ് ഇതിന്റെ നമുക്കിത് ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ചോദ്യം എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ എത്ര മാക്സിമം ബാസ്ക്കറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം? മാക്സിമം ബാസ്ക്കറ്റ്സിന്റെ എണ്ണം എത്രയാണ്? 12 എണ്ണം. 12 ബാസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നിലും ഇടേണ്ട എണ്ണം നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ഇപ്പൊ 72 ഓറഞ്ച് ഉണ്ടെങ്കിൽ ഒരു ബാസ്ക്കറ്റിൽ എത്ര എണ്ണം വേണം? 72 ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി, നമുക്ക് 6 എന്ന് കിട്ടി.
6 ഓറഞ്ച് വീതമാണ് ഇടേണ്ടത്, 4 ആപ്പിൾ വീതമാണ് ഇടേണ്ടത്, 5 ബനാന വീതമാണ് ഇടേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പോ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഏറ്റവും കൂടുതൽ ബാസ്ക്കറ്റ്സ് ആണ് എത്ര? 12. അതാണ് HCF. 6 ബാസ്ക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡിവൈഡ് ചെയ്തിടാം. 3 ബാസ്ക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡിവൈഡ് ചെയ്തിടാം. 2 ബാസ്ക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡിവൈഡ് ഇടാം. പക്ഷെ ഏറ്റവും കൂടുതൽ ബാസ്ക്കറ്റ് എത്രയാണ് വേണ്ടത്? 12. ഏറ്റവും കൂടുതൽ ബാസ്ക്കറ്റ് അതാണ് നമ്മുടെ എന്ത്? HCF. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 72നെയും 48നെയും 60നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 12 ആണ്. ആദ്യം പറഞ്ഞിരുന്നു അല്ലെ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഏറ്റവും വലിയ നമ്പർ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ആണ് എന്ത്? നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF. മനസ്സിലായല്ലോ? അപ്പൊ 2 മെത്തേഡാണുള്ളത്. നമുക്കിത് കണ്ടുപിടിക്കാൻ 2 മെത്തേഡാണ്. ഏതാണ്? ഒന്ന് ഡിവിഷൻ മെത്തേഡ് അല്ലെ, ഒന്ന് ഡിവിഷൻ മെത്തേഡ് ആയിരുന്നു. പിന്നെന്തായിരുന്നു? പിന്നൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. എന്തായിരുന്നു പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്? തന്നിരിക്കുന്ന നമ്പേഴ്സ് 2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ കുഴപ്പമില്ല, 2ൽ കൂടുതൽ എത്ര ആണെങ്കിലും കുഴപ്പമില്ല, ഇതിന്റെയൊക്കെ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് വെക്കുക. പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ട് അതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ് നോക്കുക. കോമൺ ആയിട്ടുള്ളത് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? HCF കിട്ടും. ഓക്കെ. ഇനി ഡിവിഷൻ മെത്തേഡ് ആണെങ്കിലോ? ഡിവിഷൻ മെത്തേഡ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകണം. ഡിവൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ആദ്യം ഏത് നമ്പർ വെച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ എടുത്ത് പിന്നീട് എന്ത് ചെയ്യണം? അതിനെ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക. ഇതിപ്പോൾ 150 വെച്ച് ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ, 150 വെച്ച് ഡിവൈഡ് ചെയ്തു. പിന്നീടോ റിമൈൻഡർ 90 കിട്ടി. പിന്നെയോ ഈ 90നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 90നെ ഡിവൈഡ് ചെയ്യിപ്പിക്കാൻ പോകണം ഏത് വെച്ചിട്ടാണ്? ആദ്യം ഡിവൈഡ് 150 വെച്ചിട്ട്. അങ്ങനെ ചെയ്ത് പോയിട്ട് അവസാനം 0 എത്തിക്കുക. 0 എത്തിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ഡിവൈസർ ഏതാണ്? 30 ഇവിടെ അല്ലെ. അപ്പൊ 30 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 30 ആയിരിക്കും എന്ത്? HCF. 3 നമ്പർ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? 3ാമത്തെ നമ്പറും കൂടി തന്നു കഴിഞ്ഞാൽ 3ാമത്തെ നമ്പർ ഈ 30 കൂടി ഇതേപോലെ ചെയ്ത് നോക്കുക. ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മെത്തേഡും ഓക്കെ ആയി, ഡിവിഷൻ മെത്തേഡും ഓക്കെ ആയി. ഇപ്പൊ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കിയാൽ ഒരു പൈപ്പ് വരുന്നു, ആ പൈപ്പിനെ പൈപ്പിനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്ന പീസുകളിൽ ഏറ്റവും നീളം കൂടിയ പീസുകൾ ഏതാണ്? നീളം കൂടിയ പീസുകളായിരിക്കണം, ഒന്നും വേസ്റ്റ് ആവാനും പാടില്ല, കൃത്യമായി കട്ടായി പോകണം എന്ന് പറയാം HCF കാണാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഒരു ക്ലോത്ത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ, ഒരു ക്ലോത്തിനെ സ്ക്വയർ പീസായി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വേസ്റ്റ് ചെയ്തൊന്നും വരരുത് എന്നുണ്ടെങ്കിൽ ആ സ്ക്വയറിന്റെ നീളം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ നീളം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന തുണിയുടെ നീളവും വീതിയുടെയും എന്ത് ചെയ്താൽ മതി? HCF കണ്ടാൽ മതി. അതുപോലെ തന്നെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ഫ്രൂട്ട്സിന്റെ കാര്യം അല്ലെ. ഒരു 3 സാധനങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് തന്നിട്ട് 3ഉം ഈക്വൽ എമൗണ്ട് ആയിട്ട് ഇടണം ബാസ്ക്കറ്റിൽ. ഏറ്റവും കൂടുതൽ ബാസ്ക്കറ്റ്സ് വേണം. മാക്സിമം നമ്പർ ഓഫ് ബാസ്ക്കറ്റ്സ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അപ്പോഴും നമ്മൾ ഈ 3 എണ്ണത്തിന്റെയും കൂടെ എണ്ണത്തിന്റെ HCF കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ബാസ്ക്കറ്റ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ എണ്ണം നമുക്ക് കിട്ടും. അപ്പൊ എല്ലാവർക്കും HCF എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. LCMഉം HCFും തമ്മിലൊരു ബന്ധമുണ്ട്. LCM നമ്മൾ വേറെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. LCMഉം HCFും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് മെത്തേഡ് ആദ്യം ഫാക്ടറൈസേഷൻ ഒക്കെ സെയിം ആണ്, അവസാനം ചൂസ് ചെയ്യാൻ നമ്പേഴ്സ് ചൂസ് ചെയ്യുന്നതിൽ മാത്രമാണ് വ്യത്യാസം. എങ്ങനെയാണ് ചൂസ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൽ മാത്രമാണ് LCMലും HCFലും വ്യത്യാസമുള്ളത്. ബാക്കി ഫാക്ടറൈസേഷൻ ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ്. എല്ലാവർക്കും ഈ സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.